Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. This is Sunil Kandi from Al Jazeera, Spania. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നു രാവിലെ. ഞാൻ മറ്റേ ബാർസലോണിൽ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടു. പെട്ടെന്നുണ്ട് എനിക്ക് ദുബായിൽ നിന്ന് അവിടെ നിന്ന് കോൾ ചെയ്യുന്നു. പൈച്ചി നമ്മൾ പഴയ പൈച്ചി എന്നെ വിളിച്ചിട്ട് നിൻ്റെ വീഡിയോ ഞാൻ പൊറോട്ട തിന്നുകൊണ്ട് പൊറോട്ട ബീഫിൽ ഓർഡർ ചെയ്ത് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇരുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ ടേബിൾ മേൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വീഡിയോ പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ സംഭവം എനിക്ക് ഇമെയിൽ വന്നിട്ട് ഞാൻ ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പം എൻ്റെ ആ വീഡിയോയിൽ ഞാൻ സ്റ്റോറി പറയുന്ന സമയത്ത് എൻ്റെ ID കാർഡും പിന്നെ പാസ്പോർട്ട് കോപ്പിയെല്ലാം ഞാൻ കാണിച്ചുകൊണ്ട് അത് യൂട്യൂബ് അവർ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത് പല ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിപ്പം ജസീറ പോർട്ടിലുള്ള പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഫെറി ഇവിടുന്ന് മറ്റേ എന്താ പറയുക മൊറോക്കോയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഫെറിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. സംഭവം എന്ന് വെച്ചാൽ ബാർസലോണിൽ നിന്ന് എൻ്റെ കാറ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇതിലൂടെ കൈയിട്ട് എന്നിട്ട് അത് തുറന്നു. എന്നിട്ട് എൻ്റെ വണ്ടിയിലുള്ള മൊത്തം സാധനം അവരടിച്ചു മാറ്റി. ഇനി നമുക്ക് കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കഥകളെല്ലാം പറയാം. അരികോ ഇതൊന്ന് ഫിറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു. ഞാൻ പിന്നെ ബാർസലോണ അതായത് പിന്നെ വന്നത് എൻ്റെ കൂടെ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അനസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അനസ് എൻ്റെ കൂടെ പിന്നെ മൊറോക്കോയിൽ വന്നതാണ്. അപ്പം ഈ അനസിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മിസ്റ്റർ അനസ്. ഞാനും അനസും ബാർസലോണിൽ എടുത്ത ഫോട്ടോ ആണ്. അനസ് എന്തോ കമ്പനി ഡയമണ്ട് പാർക്ക് എന്ന് പറഞ്ഞിട്ട് കാർട്ടൺ കമ്പനിയാണ്. കുറേ എക്സ്പാൻഷൻ കാര്യങ്ങളിലും വേണ്ടിയിട്ട് ബാർസലോണയിൽ എൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ പോളണ്ടിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ എൻ്റെ കൂടെ പോകുമ്പോൾ മൂപ്പറും എൻ്റെ കൂടെ കയറി. എന്നിട്ട് നമ്മൾ മാലാഗ സ്റ്റോപ്പ് ചെയ്തു. അവിടുന്ന് വാലൻസിയ സ്റ്റോപ്പ് ചെയ്തു. വാലൻസിയ നേരെ നമ്മൾ ബാർസലോണ പോയി. അവിടെ ടെമ്പോ ഹോട്ടലിൽ നമ്മൾ റൂം എടുത്ത് താമസിച്ച് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എനിക്ക് മൊബൈലിൽ നിന്ന് ഇങ്ങനെ എൻ്റെ കാർഡിൽ നിന്ന് ഇങ്ങനെ പൈസ പോകുന്നു. ഇതാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറിൽ നിന്ന് ഇങ്ങനെ പൈസ പോകുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ 15, 10, 20 ഇങ്ങനെ യൂറോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് ഞാൻ കാർഡ് നോക്കിയിട്ട് കാണി നോക്കുമ്പോൾ വണ്ടിയിലാണെന്ന് മനസ്സിലായി. തിരിച്ച് ഞാൻ വണ്ടിയിലേക്ക് ഓടി നോക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു വന്ന സംഭവം ഗ്ലാസ് കംപ്ലീറ്റ് പൊട്ടിച്ചു. എന്നിട്ട് വണ്ടി കംപ്ലീറ്റ് ഒരു സാധനവും ഇല്ല, മൊത്തം സാധനം അഴിച്ചു മാറ്റി. അതിലുള്ള മെയിനായിട്ടുള്ളത് എൻ്റെ പാസ്പോർട്ട് പോയി, പിന്നെ എൻ്റെ ID കാർഡ് പോയി, മൊറോക്കൻ റെസിഡൻസി കാർഡ് പോയി, അതിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് പോയി, അതിൻ്റെ കൂടെ പിന്നെ കാറിൻ്റെ ഡോക്യുമെൻ്റ് പോയി. അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സും ബാങ്കിൻ്റെ മൊത്തം കാർഡും പോയി. ഞാൻ എന്നിട്ട് ആകെ ഒന്നും ജനിച്ച കുട്ടീനെ മാതിരിയായി, ഒന്നും പറയണ്ട, ആകെ കൊളായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഞാനും ഇവരും കൂടി പുറത്തിറങ്ങിയിട്ട് കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞ് ചിലപ്പം ഇത് റോബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് അവർ ബിന്നിൽ കൊണ്ടുപോയിടുന്നെല്ലാം പറഞ്ഞു. നമ്മൾ ബിന്നെല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ബിന്ന് ചെക്ക് ചെയ്ത് ആ സ്ട്രീറ്റ് കംപ്ലീറ്റ് നോക്കി. ആ സ്ട്രീറ്റിൽ ഒരു സ്ഥലത്ത് നമ്മൾ ആ സ്ട്രീറ്റിന് ബാക്കിൽ ഹോട്ടലിന് ബാക്കിൽ ഒരു സ്ട്രീറ്റിൽ നമ്മൾ എൻ്റെ ആങ്കറും കാര്യങ്ങളിലും കണ്ടു. ദാറ്റ് വാസ് നമ്മളെ വണ്ടിയിൽ നിന്ന് എടുത്ത സാധനം മനസ്സിലായി. എന്നിട്ട് അവിടെയെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അൻസു പറഞ്ഞ് ഈ അപ്പാർട്ട്മെൻറ്റിന് മേലെ നിന്ന് ചിലപ്പോൾ ത്രോ ചെയ്തായിരിക്കും അങ്ങനെല്ലാം പറഞ്ഞ് നമുക്കതൊന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ല. പിറ്റേന്ന് രാവിലെ അൻസു ടിക്കറ്റ് എടുത്തതാണ്. ഞാൻ എന്നിട്ട് മൂപ്പര് കുറേ പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അനസ് ഞാൻ പറഞ്ഞു വേണ്ട, നീ വിട്ടോ, നീ പ്രോബ്ലം ഇല്ല, നീ ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ തന്നെ അത് ട്രൈ ചെയ്തോളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ രാവിലെ ഇവർ എയർപോർട്ടിലേക്ക് പോയി. ഞാൻ അറിയും, കാരണം ഈ പാസ്പോർട്ട് പുതിയത് അപ്ലൈ ചെയ്യണമെങ്കിൽ മാഡ്രിഡിലാണ് എംബസി ഉള്ളത്. ബാർസലോണ എംബസി ഉണ്ട്, ജസ്റ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ ഞാൻ നേരെ മാഡ്രിഡിലേക്ക് 600 കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തു. മാഡ്രിഡ് ഡ്രൈവ് ചെയ്ത് ഞാൻ പാസ്പോർട്ട് BLSൽ അപ്ലൈ ചെയ്തു. അവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്. നമുക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാണ്ടായിപ്പോട്ടെ ഉണ്ടെങ്കിൽ പിന്നെ BLSൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അവർക്ക് ഫോട്ടോ ആവശ്യമാണ്. പിന്നെ ഇങ്ങനത്തെ പിന്നെ പോലീസിൻ്റെ FIR ആവശ്യമാണ്. പിന്നെ വേണ്ടത് പിന്നെ 2 ID കാർഡ് ആവശ്യമാണ്. ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസോ പിന്നെ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും എല്ലാം കോപ്പീസ്. അപ്പോൾ എൻ്റെ ഫോണിൽ എല്ലാ കോപ്പീസും എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞാനും ഷെമിയുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് തന്നെ BLSനെല്ലാം കോപ്പി കാര്യങ്ങൾ എടുക്കാൻ പറ്റി. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ലോസ്റ്റ് ആയിക്കണ്ട. ഫസ്റ്റ് നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും റോബറി നടന്നു കഴിഞ്ഞാൽ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ FIR അവിടെ കൊടുത്തു. FIR കൊടുക്കുക ഒന്നും ആവശ്യമില്ല, നിങ്ങളെ കോപ്പീസ് മാത്രം കൊടുത്താൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഇതും കാര്യങ്ങളും ലോസ്റ്റായ കാര്യങ്ങൾ പറയുക. അതൊരു 5-6 പേജുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് അവർക്ക് കൊടുക്കാം.
ഫില്ലായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അവർ സിസ്റ്റത്തിൽ അടിച്ചിട്ട് നമുക്ക് 2 കോപ്പി തരും. നമുക്കൊരു കോപ്പി, അവർക്കൊരു ഒറിജിനൽ അവർ കൈമിൽ ഒരു സ്റ്റാമ്പ് ആയിട്ട് ഒരു കോപ്പി തരും. അത് മതി നമുക്ക്. പിന്നെ നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനും സ്പെയിനിൽ ആ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലോ, അത് മതി. അങ്ങനെ ഞാൻ അതെടുത്തിട്ടാണ് BLS വന്നത്. BLS അപ്ലൈ ചെയ്ത് ഓൾ ഇസ് ഫൈൻ. എന്നിട്ട് അവിടുന്ന് നേരെ ഞാൻ എംബസിയിൽ പോയി. എംബസിയിൽ പോയപ്പോൾ BLS തന്നെ പറഞ്ഞു 5 മിനിറ്റുള്ള ഇവിടുന്ന് നിങ്ങളെ ഇത് അവരൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് എനിക്ക് തന്നു. ഞാൻ എംബസിയിൽ പോയിട്ട് കൊടുത്തു. അപ്പം അവിടുന്ന് ഒരാളെ മീറ്റ് ചെയ്തു. മുമ്പിലൊരു പിന്നെ നോർത്ത് ഇന്ത്യനാണ്, വെരി ഗുഡ് ഗായ്. പെട്ടെന്ന് തന്നെ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഞാനൊരു മലയാളിനെ അവിടുന്ന് പരിചയപ്പെട്ടു. മലയാളി പറഞ്ഞു നോ വരീസ്, ഇത് സാധാരണ നടക്കുന്നതാണ്, ഭയങ്കര ഇഷ്യൂസ് എല്ലാം ഉണ്ട്, ഓക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു കഫേ ഷോപ്പിൽ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. സാധാരണ 5 ദിവസം 6 ദിവസം 6 വർക്കിംഗ് ഡേയ്സിൽ ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടത്. ബട്ട് 30 മിനിറ്റ്സ് ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ പാസ്പോർട്ട് റെഡി. പുതിയ എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഓക്കെ, പുതിയ പാസ്പോർട്ട് കിട്ടിയ ഉടനെ ഐ വാസ് ടോട്ടലി ഹാപ്പി. കാരണം എനിക്കിനി ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്ന് കിട്ടിയ ഉടനെ എനിക്ക് സമാധാനമായി. ഞാൻ 6 ദിവസം അവിടെ നിൽക്കേണ്ടത് എന്ന് വെച്ചു. അപ്പോൾ താങ്ക് യു ടു ഇന്ത്യൻ എംബസി, താങ്ക് യു വെരി മച്ച്. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ ഞാൻ എന്ത് ചെയ്തു, ഷംജിനെ വിളിച്ചു. ഷംജി പറഞ്ഞു സുനിൽ ഞാൻ വരുന്നുണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ഷംജി പാരീസിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാഡ്രിഡിൽ നിന്ന് ഞാൻ പാരീസിലേക്ക് ഡ്രൈവ്, കാരണം എനിക്ക് ബെൽജിയത്തിലേക്ക് പോകണമായിരുന്നു. എൻ്റെ ട്രിപ്പ് ടു പോളണ്ടാണ്. പക്ഷേ പോളണ്ടിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ബോർഡേഴ്സ് ഉള്ളതുകൊണ്ട് ഈ പാസ്പോർട്ട് പഴയ വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ ബെൽജിയം വരെ അയക്കാൻ ഓക്കെ, ബിക്കോസ് നോ ബോർഡർ ഇൻ ദ ക്രോസിങ് ചെക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബെൽജിയം വരെ പോയി കമ്പനിയിൽ മീറ്റ്. ഞാൻ ആദ്യം പാരീസിൽ പോയിട്ട് ഷംജിനെ പിക്ക് ചെയ്തു. ഷംജിനെ പിക്ക് ചെയ്തിട്ട് അവിടെ നേരെ നമ്മൾ ബെൽജിയത്തിൽ പോയി അവിടെ ഒരു ദിവസം നിന്ന് പിറ്റേന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ബാർസലോണയിലേക്ക് സ്ട്രേറ്റ് ഡ്രൈവ് 1300 കിലോമീറ്റർ ഒറ്റയടിക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തു ബാർസലോണത്തിൽ. ബാർസലോണയിൽ നിന്ന് ഷംജി, ഞാൻ പറഞ്ഞു ഷംജി നിന്ന് വെയിറ്റ് ചെയ്യണം, നീ പോയിക്കോ എൻ്റെ ബിസിനസ്. അപ്പോൾ ഷംജി അവിടെ നിന്ന് പോളണ്ടിലേക്ക് ട്രാവൽ ചെയ്തു. എന്നിട്ട് ഞാൻ 3-4 ദിവസം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. നമ്മളെ മലയാളി പ്ലാനിങ്സ് എല്ലാം ഇട്ട് ഇങ്ങനെ നമുക്ക് ഈ സാധനം എങ്ങനെ കിട്ടാൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ടെമ്പോ ഹോട്ടൽ, അതേ ഹോട്ടലിൽ തന്നെ പോയി നിന്നിട്ട് ഒരു പിന്നെ ഷംജി UK നിന്നായിരുന്നു വന്നത്. നിങ്ങൾക്കറിയാലോ ഷംജിൻ്റെ നമ്മളെ ഫ്രണ്ട്. അപ്പോൾ ഷംജി പോയ ഉടനെ ഞാൻ അവിടെ ഒരു മുമ്പിൽ തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്. ആ കോഫി ഷോപ്പിൽ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം അയാൾ നല്ല ഹെൽപ്ഫുള്ളാണ്, ഒരു മുഴുവൻ ഗായ്, വെരി ഗുഡ് ഗായ്. ഈ ശരി ഇത് ഇങ്ങനെ നടക്കുന്ന സംഭവമാണ്, നിങ്ങളിപ്പം ഒന്നും ചെയ്യാനില്ല, പോലീസുകാരന് ഇത് കിട്ടിയോണ്ട് നിങ്ങളിപ്പോൾ ഓക്കെയാണ്. നെക്സ്റ്റ് പരിപാടി ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഇവിടെയുള്ള ആൾക്കാരെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ എന്തെങ്കിലും പോയിരുന്നു പറഞ്ഞു. ഇങ്ങനെ വൈകുന്നേരം ഇവിടെ ആൾക്കാർ ഇങ്ങനെ പോകും. അപ്പോൾ എൻ്റെ പരിപാടി ഇങ്ങനെ റോബ് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ എന്തെങ്കിലും ന്യൂസ് കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ മെല്ലെ അവിടെ കോഫി ഷോപ്പിൽ രാവിലെ തൊട്ട് പോയത്. അപ്പോൾ ഒരാളായിട്ട് ഇങ്ങനെ അവർക്ക് 20 30 കൊടുക്കും, ഒരു പറയും അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാനിങ്ങനെ പൈസ കൊടുത്തു. അങ്ങനെ ആ ദിവസം ഒന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം എനിക്ക് ഒരു ഫോൺ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് വീഡിയോ കോൾ വിളിച്ച് എനിക്ക് കാണിച്ചു തന്നു. ഐ വാസ് വെരി ഹാപ്പി. ഓരോ 70 യൂറോ വന്നു കഴിഞ്ഞാൽ ഈ കാർഡ്, ഈ 2 കാർഡ്, അതായത് ഒന്ന് ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ഒന്ന് വേറെ വണ്ടിൻ്റെ ഡോക്യുമെൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 എനിക്ക് വീഡിയോ കാണിച്ച് 70 യൂറോ. ഞാൻ പറഞ്ഞു ഓക്കെ 70 യൂറോ കൊടുത്ത് അത് 2 കൊണ്ടുവന്ന് വെരി ഹാപ്പി. അപ്പോൾ എനിക്ക് തോന്നി ഇനിയുള്ള ഓരോ ഡോക്യുമെൻറ്റ്സും നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, നേരെ പിന്നെ അവിടെ പിറ്റേന്ന് രാവിലെ, അന്ന് ഹോട്ടലിൽ നിന്ന് പിറ്റേന്ന് രാവിലെ വീണ്ടും ഇറങ്ങി ഇതേപോലത്തെ കോഫി ഷോപ്പിൽ കംപ്ലീറ്റ് നിന്നു ഒരു ദിവസം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഷെയ്മനെ വിളിച്ചു, കാരണം എനിക്ക് റിട്ടേൺ അടിക്കാൻ റെസിഡൻസി ഇല്ലാത്തതുകൊണ്ട്, കാരണം കാർഡ് പോയല്ലോ. അപ്പം ഫാമിലി ആയിട്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് പിന്നെ ഈ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എൻട്രി ചെയ്യാനും പോകാനെല്ലാം എളുപ്പമായിരിക്കും. ഫാമിലി കൂടുതലുള്ളതുകൊണ്ട് ഒരാൾ എൻ്റെത് മാത്രമല്ലേ മിസ്സായിക്കുള്ളൂ. ഷെയ്മനെ വിളിച്ചിട്ട് ബാർസലോണ വരാം. പിറ്റേന്ന് ഷെയ്മയും മക്കളും ബാർസലോണയിൽ വന്നു. ഐ വാസ് വെരി ഹാപ്പി ദേ ആർ വിത്ത് അസ്. എന്നിട്ട് അപ്പോൾ ഷെയ്മ ദരീൻ ദാ എല്ലാവരും എത്തി. കം 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 സേ ഹായ് 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 ഹായ്. അപ്പോൾ മക്കളും ദരീനും സിരീനും അങ്ങനെ ഷെയ്മെല്ലാം വന്നു. ഷെയ്മ വേറെ അറിയൂ? ഷെയ്മ എത്തി. അങ്ങനെ ഞാൻ എന്നിട്ട് പിന്നെ ഷെയ്മനെ ഞാൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഷെയ്മയും മക്കളും എല്ലാം വന്നു. അപ്പം ദരീനും അവിടെ ഇങ്ങനെ നമ്മൾ കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് ഒരാൾ സംസാരിച്ചു. ദരീൻ ഓൾസോ ട്രൈങ് സം. ദരീൻ എന്താ നീ എന്തെങ്കിലും ചെയ്തത്? ദരീന് സ്പാനിഷ് കുറച്ചറിയാം. ഓക്കെ പറഞ്ഞു. അങ്ങനെ and he was like trying to scam me. He scammed us. 80 euros we gave 20 euros. We gave 20. He went and he never came back. There are a lot. They just അപ്പം കുറേ പല ആൾക്കാർ നമ്മളോട് ഇങ്ങനെ പൈസ, നമ്മളിങ്ങനെ അവിടെ ഫേമസ് ആയി. ഏകദേശം ഞാൻ ഫേമസ് ആയി അവിടെ. ഇങ്ങനെ പാസ്പോർട്ട് വേണ്ടി എല്ലാവരും അറിയപ്പെട്ട് എല്ലാ കള്ളന്മാരിൽ പൈസ, ഓരോ കള്ളന്മാർ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പൈസ തരീന്ന് പറഞ്ഞ് 80 യൂറോ തന്നു കഴിഞ്ഞാൽ
നമ്മൾ പാസ്പോർട്ട് കൊണ്ടുതരാമെന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ ദരീനും സിനിമയോട് ഒരു 20 യൂറോ, ഷൈമ വേറൊരു 30 കൊടുത്തു. അങ്ങനെ പല ആളും ഞാനും കുറേ കൊടുത്തു. എനിക്കറിയാം അത് തിരിച്ചു കിട്ടൂല, എന്നാലും വി ആർ ട്രൈങ്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് പിറ്റേന്ന് 3ാമത്തെ ദിവസം നമുക്കൊരു കോൾ ഇതേപോലെ വന്നു, പാസ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് 200 യൂറോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഒറ്റയടിക്കണേ ഞാൻ പറഞ്ഞു ഓക്കെ 200 യൂറോ റെഡിയാണ്, നിങ്ങൾ വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഞാനവിടെ വെയിറ്റ് ചെയ്തു. ദരീനും സിരീനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സംഭവമായിരുന്നു അവിടെ, ഒന്നും പറയണ്ട, ഭയങ്കര മാഫിയ ലോകമാരിയായി പോയി മാറി അവിടെ. ഞാൻ പോയി നോക്കുമ്പോൾ കുറച്ചും ഒരാൾ വന്നു. വന്ന ആളെന്ന് പറഞ്ഞാൽ ഈ മുമ്പ് തന്ന കാർഡ് വന്നത് ഒരു സ്ത്രീ ആയിരുന്നു. ഷീ വാസ് ഓൾഡ് അറൗണ്ട് 50+. പിന്നെ വന്നത് ഒരു അറൗണ്ട് 70+, ഒരു ഹാൻഡിക്കേപ്പ് ഗായ്, നടക്കാൻ വരെ കഴിയുന്നില്ല. അയാളന്ന് വന്നത്. അയാൾ വന്നിട്ട് പറഞ്ഞു ഓക്കെ നിന്റെ കാർഡ് ഉണ്ട്, 200 യൂറോ കൊണ്ടുവന്നു വന്നു. അപ്പോൾ എൻ്റെ കൂടെ ഈ റെസ്റ്റോറൻറ്റിൽ ആ കോഫി ഷോപ്പിൽ ആളെല്ലാം ഉണ്ട്. അവരായിട്ട് അവരുടെ ലാംഗ്വേജിൽ സംസാരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ് പിന്നെ അപ്പോൾ ഇയാൾ പറഞ്ഞ് ഈ 200 കൊടുത്തോ, അയാളുടെ കാർഡ് ഉണ്ട്, അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇയാൾ എവിടെയും പോയില്ല, പൈസ കിട്ടിക്കഴിഞ്ഞാൽ മറ്റവൻ വരും, എന്നിട്ടാണ് പിന്നെ ഇയാൾ പോകുള്ളൂ പറഞ്ഞു. അങ്ങനെ നമ്മൾ 200 കൊടുത്ത ഉടനെ ഇയാളൊരു ഫോൺ എടുത്ത്, ആ ഫോണിലാകെ 4 നമ്പറേ ഉള്ളൂ, സേവ്ഡ് നമ്പർ, വേറൊരു നമ്പറും ഇല്ല. അതിലൊരു നമ്പർ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ഫോണിൽ. എന്നിട്ട് അതിലൊരു നമ്പർ വിളിച്ചിട്ട് അയാളെന്തെല്ലോ ചെറുപടാന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. പെട്ടെന്ന് ഇത് കേട്ട ഉടനെ ഓരോക്കെ എന്നിട്ട് കട്ട് ചെയ്ത് 2 മിനിറ്റ് കൊണ്ട് അപ്പുറം ഇപ്പുറമെല്ലാം 3-4 ആൾ ഓരോ സൈഡിലും, ഒന്നും പറയേണ്ട പോകാനോ പേടിച്ചു. എന്നിട്ട് അതിൽ ഒരാൾ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് കണ്ടിട്ട് ഓനോടി. ഞാനാകെ ഹാപ്പി ആയി പോയി. അപ്പോൾ പാസ്പോർട്ട് കിട്ടി. ഇനി മിസ്സിങ് പിന്നെ നമ്മളെ ഇതാണ് റെസിഡൻസി, മൊറോക്കോ റെസിഡൻസി. ബാക്കി 3 മെയിൻ കാര്യങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ എല്ലാ ബാങ്ക് ഡോക്യുമെന്റ്, ഈ ബാങ്കിൻ്റെ കാർഡ് ഞാൻ എന്തെന്ന് സ്പോട്ടിൽ തന്നെ ഞാൻ എല്ലാം ബ്ലോക്ക് ചെയ്ത് എൻ്റെ മൊബൈലിന് ആപ്ലിക്കേഷൻ പോയിട്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിങ്ങനെ ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാർഡ് കംപ്ലീറ്റ്. കാരണം ഇവർക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇത് കോഡില്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ 10, 15, 20 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം തന്നെ ഞാനത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിന്നെ ബാങ്കിൻ്റെ ഒന്നുമില്ല. എന്നിട്ട് ബാങ്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അതോടെ അത് കഴിഞ്ഞ് എൻ്റെ വണ്ടിയിലെ കംപ്ലീറ്റ് എൻ്റെ പൈസ പോയി, എൻ്റെ ഡോക്യുമെൻറ്റ്സ് പോയി, എൻ്റെ കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സ്, കുറേ എക്യുപ്മെൻറ്റ്സിലുണ്ടായിരുന്നു സാമ്പിൾസും കാര്യങ്ങളും. അതുകൊണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് വിട്ട ഷഡ്ഡി വരെ പോയി. പറയുന്നത് നേരത്തെ ക്ലീൻ ആക്കി. അതായത് വണ്ടി എൻ്റെ ഇതുവരെ ഇങ്ങനെ ക്ലീൻ ആയിട്ടില്ല. ഇവർ വന്നുകൊണ്ട് എൻ്റെ വണ്ടി ഷെയ്മ പറഞ്ഞ് ഇറ്റ് ഈസ് വെരി ക്ലീൻ എന്ന് പറഞ്ഞു. എല്ലാം പോയി, മൊത്തം പോയി. പാസ്പോർട്ട് കിട്ടിയാൽ ഷെയ്മ പറഞ്ഞില്ല, കണ്ട ഷെയ്മ എന്താ പറഞ്ഞാൽ ഇത് എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. ഞാൻ വന്നുകൊണ്ട് എനിക്ക് ഷെയ്മക്ക് നിങ്ങൾക്ക് കിട്ടി, കണ്ട എൻ്റെ ഭാഗ്യം കണ്ട. ഇടയ്ക്കിടയ്ക്ക് എന്നെ എപ്പം പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊന്ന് പറഞ്ഞു ഷെയ്മ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഷെയ്മ പറഞ്ഞതിന് നമുക്ക് റിലാക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു പിന്നെ ബാർസലോണയിൽ നിന്ന് പുറത്ത് ഒരു മൗണ്ടിൻ്റെ മേലെ എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് നിങ്ങൾ ഡോക്യുമെന്റ്സ് എപ്പോൾ കയ്യിൽ വെക്കില്ല നല്ലത്. ഹോട്ടലിൽ പോകുമ്പോൾ എവിടെ പോകും, കാറിലാണെങ്കിൽ ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ, ഈവൻ ഹോട്ടലിൻ്റെ ഉള്ളിൽ നമ്മളെ പാർക്ക് ചെയ്തത് നല്ല ലൊക്കേഷൻ ഹോട്ടലിന് മുമ്പിലാണ്. ബട്ട് പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഗ്ലാസ് ചെയ്ത് പൊട്ടി സെക്യൂർഡ് അതില്ല. ആ ഗ്ലാസ് പൊട്ടിച്ചാൽ അലാറം ഒന്നും അടിക്കില്ല. ഈ മെയിൻ ഗ്ലാസ് പൊട്ടിച്ചാൽ അലാറം അടിക്കുള്ളൂ. അപ്പോൾ ഇവർ വലിയ ബുദ്ധിമാന്മാരാണ്, അത് പൊട്ടിച്ചാൽ സാധനം അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ 2 ദിവസം ഇവിടെ നിന്ന് എന്നിട്ട് ഇപ്പോൾ തിരിച്ചിട്ട് നമ്മൾ മൊറോക്കോയിലേക്ക് പോകുന്ന. ഇനി റെസിഡൻസിൻ്റെ കാർഡിൻ്റെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ മൊറോക്കോ ഇൻഷാല്ല അവിടെ എത്തിയിട്ട് നമ്മൾ പിന്നെ ഇത് ചെയ്യും, രണ്ടാമത് അപ്ലൈ ചെയ്യും. അപ്പം എല്ലാവർക്കും അതിൻ്റെ കൂടെ സെയ്ദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് പിന്നെ മൂപ്പർ നിൽക്കുന്നത് ടുളൂസിലാണ്. അപ്പം എനിക്ക് അവിടെ എൻ്റെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ പിന്നെ റീചാർജ് എല്ലാം എൻ്റെ കാർഡിലാണ് ചെയ്യുന്നത്, കാർഡ് ബ്ലോക്ക് റീചാർജ്. അങ്ങനെ സെയ്ദ് എനിക്കൊരു 10 യൂറോ ഇൻ്റർനെറ്റ് എനിക്ക് അപ്പം തന്നെ അയച്ചു തന്നു. താങ്ക് യു വെരി മച്ച് സെയ്ദ് കോഴിക്കോടാന്ന് തോന്നുന്നുണ്ട്. സെയ്ദ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടാണ്, ടുളൂസിലുള്ള ഫ്രാൻസിൽ. സോറി ടൂളൂസ് അല്ല, വേർ വാസ് ഇറ്റ്, നിയർ ബൈ ബാർസലോണ, നോട്ട് പെർപിനോ, ഇൻ സ്പെയിൻ ഓൺലി. No, next to that. Anyway, thank you very much, Said. അപ്പം മൂപ്പറ് പിന്നെ അതോടുകൂടി മൂപ്പറ് നല്ലൊരു കാര്യം ചെയ്തു. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഒരു പിന്നെ വൺ മിസ്റ്റർ ഞാൻ എന്നിട്ട് ബാർസലോണയിൽ നിന്ന് ഒരു ലോയറെ മീറ്റ് ചെയ്തു. മൂപ്പര പേര് ഞാൻ പറഞ്ഞുതരാം, മറന്നുപോയി, എന്താ ചെയ്യുക, ഞാൻ ടെൻഷനായി പോയെന്നാണ്. തോമസ് ബാർസലോണയാണ്. ഇപ്പോൾ തോമസ് ഒരു 30 കൊല്ലമായി അവിടെ. അപ്പം ഇങ്ങനത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളിലും മൂപ്പർക്ക് കമ്പനി ഉണ്ട്. ആ തോമസും എന്നെ ഹെൽപ്പ് ചെയ്തു. ഓരോ എങ്ങനെ ചെയ്യണം കാര്യങ്ങളെല്ലാം മൂപ്പർ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. അവിടെ നിന്നായിരുന്നു ഞാൻ പിന്നെ മൂപ്പർ ബാർസലോണ, അവിടെ നിന്നായിരുന്നു ഞാൻ മാഡ്രിഡിലേക്ക് പോയിട്ട് അപ്ലൈയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ താങ്ക് യു വെരി മച്ച് മിസ്റ്റർ തോമസ്. അങ്ങനെ കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത്
റോബറി നടന്ന ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് FIR 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് FIR കിട്ടും, നോ വറീസ്. അതേപോലെ എന്നിട്ട് വിസയും പാസ്പോർട്ടും പെട്ടെന്ന്. പാസ്പോർട്ട് രണ്ട് മാതിരിണ്ട്. ഒന്ന് എനിക്ക് മൊറോക്കോ പോകുന്നതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് തന്നെ വേണം. ഇന്ത്യയിലൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് മാത്രമേ വേണ്ടുള്ളൂ. ഞാൻ ഈ BLSൽ കൊടുത്തത് 320 യൂറോ ആണ്, ഇൻക്ലൂഡിങ് ഫയലിംഗ് ആൻഡ് ഓൾ. അപ്പോൾ ഈ BLSൽ നിങ്ങൾക്ക് മറ്റേ ഇതിനാണെങ്കിൽ 180 യൂറോ, എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഒരു ഡോക്യുമെന്റ് എക്സിറ്റ് അടിക്കാനുള്ള ഒരു ഡോക്യുമെന്റ്, അതായത് ടെമ്പററി പാസ്പോർട്ടുമാതിരി ഒരു പേപ്പർ ആയിട്ടാണ് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് മതി ഇന്ത്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ യു നീഡ് എ പാസ്പോർട്ട്. അപ്പം നിങ്ങൾക്ക് പാസ്പോർട്ട് കുറച്ച് എക്സ്പെൻസീവ് ആവും. 1 ഇയർ പാസ്പോർട്ട് ടെമ്പററി അവരടിക്കാൻ, എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ട് ആ പാസ്പോർട്ട് അടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള റോബറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ, അതായത് ഇങ്ങനെയുള്ള സിറ്റികളിലും ബാഴ്സലോണയിലും ഏത് യൂറോപ്പ് മാത്രമല്ല, ഈവൻ മൊറോക്കോ ആയാലും ഏത് രാജ്യങ്ങളിലും റോബറി എല്ലായിടത്തും ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഇത് ചെയ്തത് എൻ്റെ മിസ്റ്റേക്കാണ്. ഐ ഡിൻ കെയർ വെൽ. തന്നെ ഇത്രയും യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നത് അത്രയും. കാരണം എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ വണ്ടിയിൽ കംപ്ലീറ്റ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളിലും ഓപ്പൺ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. എൻ്റെ ഓപ്പൺ ഗ്ലാസ് പ്ലെയിൻ ആയതുകൊണ്ട് എല്ലാം പുറത്തുനിന്ന് തന്നെ എല്ലാം കാണും. അതായിരിക്കും ചാൻസ്. എനിവേ വല്ലാണ്ട് ഇതായി. എനിവേ താങ്ക് യു വെരി മച്ച് ഗൈസ്. ദിസ് ഇസ് Surin, come say bye to our fans. Thank you very much fam. This is Sunir Candy from Algeciras. Good morning, good afternoon, good evening, good night. Bye bye. നമ്മളിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരും. മൊറോക്കോയിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ഫാമിലി വീഡിയോ ഉണ്ടായിരിക്കും. I love you guys. Bye bye.